നടക്ക്. അനു, ഇതാണ് എന്റെ റൂം. എങ്ങനെയുണ്ട്? അടിപൊളിയാണ് അല്ലേ? ഇത് പിടിച്ചോ. ആ ഇതാണോ നിന്റെ ഫാമിലി? ഇതാണോ? ഇത് എന്റെ അച്ഛൻ, അമ്മ, ചേച്ചി. ആ നിന്നെ കാണാൻ അമ്മയെ പോലെ ഉണ്ടല്ലോ. ആണല്ലേ? എല്ലാരും അങ്ങനെ പറയും. ഞാനേ കോളേജിൽ ജോയിൻ ചെയ്തപ്പോഴേക്കും അച്ഛൻ ട്രാൻസ്ഫർ ചെയ്ത് പോയി. അതുകൊണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റാത്ത. അത് കുഴപ്പമില്ല, നമുക്ക് ഇനി അടുത്ത തവണയൊക്കെ കാണാം. ഇതിലൊക്കെ എന്താ? അതിനകത്ത് അതൊന്നും ഇല്ല. നിനക്ക് വിശക്കണില്ലേ? പിന്നല്ലാതെ വിശന്നിട്ട് കണ്ണ് കാണുന്നില്ല. പെട്ടെന്ന് പോയി റെഡി ആയിട്ട് വാ, ഞാൻ ഫുഡ് കുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. നീയോ? എന്താ നീയോ എന്നൊരു സംശയം? നീ സാധാരണ കുക്കൊന്നും ചെയ്യാറില്ലല്ലോ. എടി ഞാൻ കുക്ക് ചെയ്യും. ഞാൻ അങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കാറില്ല എന്നേ ഉള്ളൂ. ഇവിടുത്തെ മൊത്തം ജോലി എടുക്കുന്നത് ഞാനല്ലേ. ഓ പിന്നെ എടി സത്യോടി, നീയാണ് സത്യം. ശരി ശരി, ഞാൻ വിശ്വസിച്ചു. എന്നാ പെട്ടെന്ന് റെഡി ആയിട്ടോ, എനിക്ക് വിശക്കുന്നു. ഞാൻ അതെ ഫ്രഷ് ആയിട്ട് വരാം. ഞാൻ എല്ലാം തിന്നു കൊടുക്കും. പെട്ടെന്ന് ഞാൻ വന്നു. ശരി. അനു, അനു വരുന്ന എല്ലാരും വന്നിരുന്നു കഴിഞ്ഞു. അത് വരൂല എണീറ്റ്. എന്റെ ഒരു കാര്യം ആദ്യം അനുവിനെ നോക്കട്ടെ. അനു പറ, വീട്ടിൽ ആരൊക്കെ ഉണ്ട്? വീട്ടിൽ അമ്മ, അച്ഛൻ, അനിയൻ. കുറച്ചുകൂടെ വേണം. മതി. അച്ഛനമ്മയ്ക്കൊക്കെ ജോലി ഉണ്ടോ? അച്ഛൻ ഇപ്പൊ ഹെൽത്തിൽ പോകുന്നുണ്ട്. പിന്നെ അമ്മ ഹൗസ് വൈഫാ. ആണോ? അപ്പൊ രാമങ്ങളെ പോലെ അല്ലല്ലേ? അന്നിവിടെ പറഞ്ഞ അല്ല, അച്ഛന് ജോലി ഉണ്ടെന്ന് പറഞ്ഞപ്പോ എന്റെ ഭർത്താവിനെ പറ്റി ഞാൻ പറയാം കേട്ടാ, നീ പറയാൻ നിക്കല്ലേ. നിങ്ങൾക്ക് എന്തൊക്കെ അറിയണം? ഞാൻ കൊച്ചിന് ജാതകം വേണോ? ജാതകോ? ചൊവ്വാദോഷം ഉണ്ടോ? ഉണ്ടോടി? ഇല്ല. ഇല്ല. ഞാൻ നോക്കി വെച്ചോളാം കേട്ടോ. മതി. മതിയോ? മതി. അതിഥി ദേവോ ഭവ എന്നാണ്. ആ കുട്ടിയെ കഴിക്കാൻ അനുവദിക്കണം പിങ്കി. ഈ അപ്പച്ചൊരു തമാശ. അപ്പച്ചി ഇരിക്കുന്നില്ലേ? വേണ്ട വേണ്ട. പപ്പടം പിങ്കി പറഞ്ഞ പോലെ നിന്റെ കുക്കിംഗ് എല്ലാം അടിപൊളിയാണല്ലോ. താങ്ക്സ്. എന്താന്ന് പറയാനും? അല്ല, പിങ്കി പറഞ്ഞായിരുന്നു അവളെ കുക്ക് ചെയ്തേന്നേ. കുക്കിംഗ് എല്ലാം അടിപൊളിയാ. അങ്ങനെ പറഞ്ഞായിരുന്നു. ഈ ഇരിക്കുന്ന വെള്ളത്താടി വെച്ച അപ്പൂപ്പന് ഇവളുടെ കുക്കിംഗ് ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞാണോ? അല്ലേ? പറഞ്ഞായിരുന്നു. അപ്പച്ചി ഇങ്ങനെ അറിഞ്ഞോ? ജനിച്ച് ഈ കയ്യിലോട്ട് കൊണ്ട് തന്നാണ് ഈ വിഷത്തിന്. എന്റെ പൊന്നു മക്കളെ, ഇവിടെ ഒരു ദിവസം ആഹാരം ഉണ്ടാക്കിയിരുന്നു. അന്ന് ഞാൻ ബാത്റൂമിൽ നിന്ന് പുറത്തു ഇറങ്ങിയിട്ടില്ല. അപ്പൂന്റെ കാര്യം വാ തുറന്ന തമാശയെ പറയൂ. പക്ഷേ പിങ്കി വാ തുറക്കും കേട്ടാനു. ആഹാരം കഴിക്കാനും കള്ളം പറയാനും മാത്രം. ഇതേപോലെ മക്കളെ കുളിച്ചുരും കുളിച്ച സാധനം ലോകത്തില്ല. എന്തെന്നറിയാം, തമ്മിലടിപ്പിക്കാൻ മിടിക്കാണ്ട്. അത് മാത്രല്ല, തള്ളി മറിച്ചിടാനും ഇവളെ കഴിഞ്ഞിട്ടേ ഉള്ളൂ. തള്ളലാന്ന് ഇപ്പൊ മനസ്സിലായി. ഞാൻ വീട്ടില് ചെറിയ ചെറിയ സഹായങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ തള്ളാറില്ല. പൊളിഞ്ഞു പിങ്കി, നിന്റെ എല്ലാ ഇമേജും പൊളിഞ്ഞു. പിന്നെ ഇവളെ കൊണ്ടൊരു വലിയ സഹായം ഉണ്ട് കേട്ടോ മോളെ. ഈ വീട്ടിൽ ഒരു സാധനം വേസ്റ്റ് വരൂല. അതെ അതെ, ഞാൻ എല്ലാം ക്ലീൻ ചെയ്യും. എന്താ മോളെ നിന്റെ മുഖത്തിലൊരു ജാള്യത? അതെന്താന്ന് എനിക്കറിയില്ല. കഴിക്കും. അപ്പച്ചേക്ക് ഞാൻ ഭാര്യ തറത്തേ. വേണ്ട വേണ്ട വേണ്ട. അങ്ങനെയെങ്കിലും കുറച്ചേരം മിണ്ടായിരിക്കും. അപ്പൊ ഞങ്ങൾ മിണ്ടുന്നതാണ് നിന്റെ കുഴപ്പം. അനു, കറിയൊക്കെ ഇഷ്ടപ്പെട്ടോ? അടിപൊളിയാ. ഇഷ്ടപ്പെട്ടു എന്നാണ് അവൾ നേരത്തെ പറഞ്ഞത്. നീ കഴിക്കും. അപ്പോ കൊള്ളാം മക്കളെ, കൊള്ളാം. നിന്റെ കുക്കിംഗ് ഒക്കെ അടിപൊളി. പിങ്കി, ഞങ്ങൾ ക്ഷീണിച്ചടി. നിന്നെ അപമാനിച്ചു.
ഇനി 5 മിനിറ്റ് റെസ്റ്റ്. കുറച്ചേരം ഇരിക്കും. ഓ വേണ്ട, നിന്നാലേ ഇനി നിന്നെ പറ്റി അങ്ങനെ പറയാനുള്ള ആ ഒരു ത്വര വരുള്ളൂ. അപ്പോ എന്തിനു മക്കളെ? പണി ചെയ്യണം. ഓ ഈ അപ്പുനെ സമ്മതിക്കണം കേട്ടോ. എന്തേ? അല്ല, ഈ പ്രായത്തിൽ ഇങ്ങനെയൊക്കെ ജോലി എടുക്കുന്നില്ലേ? മക്കളെ, ഈ പ്രായത്തിൽ ജോലി എടുക്കാതെ ഇരുന്നുണ്ടല്ലേ വലിയ അസുഖം വന്ന് വീട്ടിൽ കിടക്കേണ്ടി വരും. അല്ല, നീ എന്തോ പറഞ്ഞു വരുന്നേ? അപ്പൊ ജോലി എടുക്കുന്നോ? 2 മാസത്തിൽ ഒരിക്കലാണ് ഇവിടെ ഒരു വണ്ടി പറഞ്ഞത്. പിന്നെ എന്ത് ജോലി എടുക്കുന്ന? പണിയായിരുന്നു. എന്തൊക്കെ പറഞ്ഞാലും അപ്പു അടിപൊളിയാ. ആ ടീഷർട്ടും ഷോർട്സും ഇപ്പൊ കണ്ടാലും ചുള്ളനാന്നേ പറയുള്ളൂ. വയസ്സാകാലത്ത് ഓരോരോ കോലേ ചെയ്യാനാ. മക്കളെ, എന്റെ പ്രായമാകുമ്പോണ്ടല്ലേ ഇവള് പടിയും കുത്തി നടക്കും. നീ നോക്കിയോ, ഇപ്പൊ എന്റെ അടുത്ത് പുഷപ്പ് എടുക്കാൻ പറഞ്ഞ ഞാൻ എടുക്കും 10 പ്രാവശ്യം. അത്ര ആരോഗ്യമാണ് എനിക്ക്. എന്റെ പൊന്നെ, 10 പുഷപ്പ് ഒന്നും എടുത്ത് കളയല്ലേ. വേണമെങ്കിൽ 10 പപ്സ് മേടിച്ചേരാ, അത് തിന്നോണ്ട് ഇവിടെ ഇരി. പടിയായിരുന്നു. പോടി പിങ്കി, അപ്പൂനെ എന്തിനിങ്ങനെ കളിയാക്കുന്നേ? അല്ല, നീ എന്തിനാ അപ്പൂനെ ഇങ്ങനെ പൊക്കുന്നേ? നീയല്ലേ പറഞ്ഞ അപ്പൂനെ അപ്പച്ചീനെയും കയ്യിലാക്കണമെന്ന്? ഓ ദൈവമേ, കൊള്ളാം കേട്ടോ. കണ്ടില്ല. ഇവള് പറയായിരുന്നു അപ്പൂനെ കാണാൻ സുന്ദരനാന്ന്. ആ വെള്ള താടിയും വെള്ള മീശയും. പൊക്കണ്ട. നീ ചുമ്മാ ഇങ്ങനെ അപ്പൂനെ കളിയാക്കിക്കൊണ്ടിരിക്കാതെ നമുക്കേ അപ്പച്ചീന്റെ അടുത്ത് പോവാ. ഞാൻ പറഞ്ഞില്ലേ, നീ വെക്കും. നീ വാ. അയ്യോ, എനിക്ക് വയ്യ. എന്നാ ശരി, നീ ഇവിടെ ഇരുന്നോ, ഞാൻ പോകുന്നു. ദൈവമേ, എന്തോ ഇങ്ങനെ ആടുന്നേ? ഹൈ സീസോ. ഉമ്മ കഴിക്കണ വന്നേ.